കേരളത്തിലെ സാമൂഹിക സാമുദായിക മണ്ഡലങ്ങളിൽ പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വാർത്താകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതും മൈക്ക് തട്ടിമാറ്റിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായെങ്കിലും തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന കർക്കശമായ നിലപാടിലാണ് അദ്ദേഹം. ഈ വിവാദം വെറുമൊരു മാധ്യമ നേതാവ് തർക്കത്തിനപ്പുറം കേരളത്തിലെ സാമുദായിക സംവരണത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഭജനത്തെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. ആലപ്പുഴയിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിനിടയിലാണ് വിവാദങ്ങൾക്ക് ആസ്പദമായ സംഭവം നടന്നത്. റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമപ്രവർത്തകൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ പ്രകോപിതനായ വെള്ളാപ്പള്ളി നടേശൻ മൈക്ക് തട്ടിമാറ്റുകയായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ വിശദീകരണത്തിലാണ് മാധ്യമപ്രവർത്തകനെ അദ്ദേഹം തീവ്രവാദി എന്ന് വിളിച്ചത്. തന്റെ പ്രായത്തെയും ശാരീരിക അവസ്ഥയെയും മാനിക്കാതെ നട്ടുച്ചയ്ക്ക് 12 മണിക്ക് തന്നെ നടുറോട്ടിൽ നിർത്തി വിചാരണ ചെയ്യുകയായിരുന്നു മാധ്യമങ്ങളെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സഹി കേട്ടപ്പോൾ മൈക്ക് തട്ടിമാറ്റി, അല്ലാതെ ചവിട്ടിയില്ലല്ലോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം മാധ്യമപ്രവർത്തനത്തിന്റെ മര്യാദകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് വ്യക്തമാക്കുന്നത്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളി താൻ മതതീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചു. എന്നാൽ അങ്ങനെ വിളിക്കാത്തത് വലിയൊരു അബദ്ധമായി പോയി എന്നിപ്പോൾ തോന്നുന്നു എന്ന അദ്ദേഹത്തിന്റെ കൂട്ടിച്ചേർക്കൽ വിവാദത്തിന്റെ ആക്കം കൂട്ടി. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ ഈരാറ്റുപേട്ടക്കാരനാണെന്നും അയാൾ മുസ്ലിം വിഭാഗത്തിന്റെ വാക്താവാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. തന്റെ കോലത്തിൽ കരിയോയിൽ ഒഴിച്ചാലും തന്നെ കൊന്നുകളഞ്ഞാലും പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തന്നെ പിച്ച് ചീറാൻ കുറെ ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അത് നടപ്പില്ലെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. വിവാദത്തിന്റെ കാതൽ മാധ്യമ പ്രവർത്തനത്തോടുള്ള ദേഷ്യം മാത്രമായിരുന്നില്ല, മറിച്ച് മുസ്ലിം ലീഗിനോടും UDF-നോടുമുള്ള കടുത്ത അമർഷം കൂടിയായിരുന്നു. കേരളം മുഴുവൻ ഈഴവ സമുദായത്തിന് 18 കോളേജുകൾ മാത്രമുള്ളപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം മുസ്ലിം സമുദായത്തിന് 48 കോളേജുകൾ ഉണ്ടെന്ന കണക്ക് അദ്ദേഹം നിരത്തി. ഇത് ജനാധിപത്യമല്ല, മതാധിപത്യമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻപ് ലീഗിന് സമരം നടത്താൻ പണം നൽകിയത് SNDP ആണെന്നും LDF-നെ താഴെയിറക്കാൻ UDF-നൊപ്പം നിന്ന് തങ്ങളെ ലീഗ് വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താൻ ജാതി പറയുകയാണെന്ന് ആക്ഷേപിക്കുന്നവർക്ക് പച്ചയായ കണക്കുകളിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. മാധ്യമപ്രവർത്തകരുടെ ഇരട്ടത്താപ്പിനെ വെള്ളാപ്പള്ളി ചോദ്യം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ ചെന്ന് മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ പെരുമാറുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു പിന്നോക്ക സമുദായ നേതാവ് ആയതുകൊണ്ട് തന്നോട് ഇത്തരത്തിൽ കയർക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ ഇത്തരത്തിൽ മൈക്ക് നീട്ടാൻ മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ സോദര ചിന്ത ഇന്ന് കേരളത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി വേദനയോടെ പങ്കുവച്ചു. നമ്മൾ മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണുമ്പോൾ അവർ നമ്മളെ തിരിച്ച് അങ്ങനെ കാണുന്നുണ്ടോ എന്ന ചോദ്യം നിലവിലെ വർദ്ധിച്ചു വരുന്ന സാമുദായിക വിടവിനെയാണ് സൂചിപ്പിക്കുന്നത്. തനിക്ക് രാഷ്ട്രീയമില്ലെന്നും പ്രശ്നാധിഷ്ഠിതമായി കാര്യങ്ങൾ പറയുന്ന സ്വതന്ത്ര നിലപാടാണ് തന്റേതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ കോൺഗ്രസ് നേതാവ് M. ലിജുവിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിനെ അദ്ദേഹം വിമർശിച്ചു. താൻ ഒരു പാർട്ടിയുടെ വാലോ ചൂലോ അല്ലെന്നും തെറ്റ് കണ്ടാൽ അവരുടെ മുഖത്ത് നോക്കിയും പറയുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ ഒരു വ്യക്തിക്കെതിരെയുള്ള ആക്ഷേപമായി ഒതുങ്ങുന്നില്ല. അത് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിലും വിഭവ വിതരണത്തിലും നിലനിൽക്കുന്ന അസമത്വങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചത് തെറ്റാണെന്ന വാദം ഉയരുമ്പോഴും താൻ ഉയർത്തുന്ന കണക്കുകൾ ആരും മറുപടി നൽകുന്നില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ SNDP സ്വീകരിക്കുന്ന ഇത്തരം കടുത്ത നിലപാടുകൾ മുന്നണികളുടെ വോട്ട് ബാങ്കിനെ എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശന്റേത് മറുപടി പോലും അർഹിക്കാത്ത പ്രസ്താവനകളാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിയാൽ അത് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ വഷളാക്കുമെന്നും ചേരിതിരിവുണ്ടാകാൻ ചേരിതിരിവുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യം അതാണെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകൾക്കുള്ള മറുപടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ നൽകിക്കഴിഞ്ഞുവെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. വെള്ളാപ്പള്ളി പിന്തുണച്ചിട്ടും ഇടതുപക്ഷത്തിന്റെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് ഇതിന് തെളിവായി അദ്ദേഹം അവതരിപ്പിച്ചു. വർഗീയതയെ കേരളം ഒരിക്കലും അംഗീകരിക്കില്ലെന്നതിന്റെ സൂചനയാണിത്. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത മതസൗഹാർദ്ദത്തിന് വിരുദ്ധമായാണ് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നതെന്നും ലീഗ് നേതൃത്വം കുറ്റപ്പെടുത്തി. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൾ തെറ്റാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും ലീഗ് വിലയിരുത്തുന്നു. രാഷ്ട്രീയമായ അവഗണന തുടരുമ്പോഴും നിയമപരമായി ഈ വിഷയത്തെ നേരിടാനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ തീരുമാനം. മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ സംസാരിച്ചതിന് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം പോലീസിന് പരാതി നൽകിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ ഗൗരവമായി കാണുന്നില്ലെന്ന് പുറമെ കാണിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വർഗീയ ധ്രുവീകരണത്തെ ജാഗ്രതയോടെയാണ് മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നത്.